ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡേ 6 ക്ലാസ്സിലാണുള്ളത്. ഇതിനു മുൻപേ 5 ക്ലാസ് ഓരോ ടോപ്പിക്കായി നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ. ഈ 5 ടെൻസ് നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞു അല്ലേ. ഈ എല്ലാ ടെൻസും കൂടിയുള്ള കമ്പാരിഷനാണ് നോക്കുന്നത്. ഓരോ ടെൻസും എടുത്ത് അതിൽ വരുന്ന സെൻറ്റൻസ് പ്രസൻറ്റിൽ എങ്ങനെ പറയും, പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്ങനെ പറയും, അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ. ഈ 5 ടെൻസിലും എങ്ങനെ പറയുമെന്ന് നമ്മൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുന്നത്. അതിന് 5 എക്സാമ്പിളും നമുക്ക് നോക്കാം. നിങ്ങൾ നമ്മുടെ ചാനലിൽ പുതുതായി വന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഫസ്റ്റായി നോക്കുന്നത്. ഐ ഗോ ടു ഹോം, ഞാൻ വീട്ടിൽ പോകുന്നു. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മേ ഘർ ജാതാ ഹൂം. ജാത എന്ന് പറയുന്നത് ഇവിടെ ഒരു ആണാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവും അല്ലേ. മേ ഘർ ജാതി ഹോ, ഇതൊരു പെണ്ണാണ് പറയുന്നത്, മനസ്സിലാവും. അപ്പം ഞാൻ വീട്ടിൽ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ക്ലിയറായി മനസ്സിലാവണമെങ്കിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുലയും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഡേ 1, അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ ഡേ 1 വീഡിയോ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഈ ഒരു സെൻറ്റൻസ് തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ, അതായത് നമ്മൾ പ്രസൻറ്റിൽ പറഞ്ഞ സെൻറ്റൻസ് തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കി മാറ്റി പറയുമ്പോൾ എങ്ങനെ പറയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഐ വെൻറ്റ് ടു ഹോം, ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. അതായത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ കാലമാണ് അല്ലേ. ഇനി നമ്മൾ ഇത് ഹിന്ദിയിലേക്ക് പറയുമ്പോൾ മേ ഘർ ജാതാ ഥാ, മേ ഘർ ജാതി തീ. ഇവിടെ മെയിൽ ഫീമെയിൽ എങ്ങനെ പറയുമെന്നത് നമ്മൾ നോക്കിയല്ലേ. ഇവിടെ ജ എന്നത് ഒരു പ്രവൃത്തിയാണ് അല്ലേ. അതിൻ്റെ കൂടെ ത എന്ന് ആഡ് ചെയ്തപ്പോൾ ഒരു ആണാണ് പറയുന്നത്, നമുക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ ഥ കൂടെ ആഡ് കൊടുത്താൽ പാസ്റ്റ് ടെൻസ് ആയി അല്ലേ. ഇത്രയും കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡേ 3 ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ഇത് കംപ്ലീറ്റ് നന്നായി മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഇതിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് എങ്ങനെ മാറിയിട്ടുണ്ടെന്ന് നോക്കൂ. ഐ ആം ഗോയിങ് ടു ഹോം അല്ലേ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ ഹിന്ദിയിൽ ഒരു ആണ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? മേ ഘർ ജാ രഹാ ഹൂ, മേ ഘർ ജാ രഹാ ഹൂ. ഇനി ഒരു പെണ്ണാണ് പറയുന്നതെങ്കിലോ മേ ഘർ ജാ രഹി ഹൂ, മേ ഘർ ജാ രഹി ഹൂ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഡേ 2 വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് കാണാം കേട്ടോ. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ എക്സാമ്പിൾ എങ്ങനെ മാറിയിട്ടുണ്ടെന്ന് നോക്കൂ. ഐ വാസ് ഗോയിങ് ടു ഹോം, ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. അത് പാസ്റ്റ് ടെൻസിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നത് അല്ലേ. അത് ഒരു ആണ് പറയുകയാണെങ്കിൽ മേ ഘർ ജാ രഹാ ഥാ, മേ ഘർ ജാ രഹാ ഥാ. ഇനി ഒരു സ്ത്രീ പറയുന്നതെങ്കിലോ മേ ഘർ ജാ രഹി തി, മേ ഘർ ജാ രഹി തി. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഡീറ്റെയിലായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡേ 4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പോയി ക്ലിക്ക് ചെയ്ത് കാണുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൽ ഐ വിൽ ഗോ ടു ഹോം, ഞാൻ വീട്ടിൽ പോകും. അതായത് നമ്മൾ ഭാവി കാലത്താണ് പറയുന്നതാണ് അല്ലേ. ഇതിൽ ഒരു ആണ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? മേ ഘർ ജാഊങ്ക, മേ ഘർ ജാഊങ്ക, ഊങ്ക എന്ന് ചേർത്ത് വരുന്നുണ്ട് അല്ലേ. ഇത് ഒരു സ്ത്രീ പറയുകയാണെങ്കിലോ മേ ഘർ ജാഊങ്കി, മേ ഘർ ജാഊങ്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഊങ്ക എന്ന് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആണാണ് പറയുന്നത്. ഊങ്കി എന്ന് ചേർത്ത് പറഞ്ഞാൽ അവിടെ ഒരു പെണ്ണാണ് പറയുന്നത്, നമുക്ക് മനസ്സിലായി അല്ലേ. ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡേ 5 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പോയി ക്ലിക്ക് ചെയ്ത് കാണാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ മേ എന്ന് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി എക്സാമ്പിൾ 2 ആണ് നമ്മൾ നോക്കുന്നത്.
ഒരു പുരുഷനെ പറ്റി എങ്ങനെ പറയുമെന്നാണ് നമ്മൾ എക്സാമ്പിൾ 2 നോക്കുന്നത്. അതായത് രാമുവിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ രാമു വർക്ക്സ് ഇൻ ABC, അതായത് രാമു ABCയിൽ ജോലി ചെയ്യുന്നു. ഇത് ഹിന്ദിയിൽ എങ്ങനെ നമ്മൾ പറയാൻ നോക്കാം. രാമു ABC മേ കാം കർത്താ ഹേ, അതായത് ഇത് വർത്തമാനകാലമാണ്. ഒരാണിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ കർത്ത എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹേ എന്ന് ഇത് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഹേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ്. ഇതിൽ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. രാമു വർക്ക്ഡ് ഇൻ ABC, രാമു ABCയിൽ ജോലി ചെയ്തിരുന്നു. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. രാമു ABC മേ കാം കർത്താ ഥാ. ഇതിൽ കാം എന്നുള്ളത് ജോലി, കർത്ത എന്നുള്ളത് ചെയ്യുക. കർത്താത ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, രാമു ABC മേ കാം കർത്താ ഹേ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പ്രസൻറ്റ് ടെൻസിൽ. ഇപ്പോൾ എന്തായി മാറി, കാം കർത്താ ഥാ എന്നായി മാറി, അതായത് പാസ്റ്റ് ടെൻസിൽ. ഇനി നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കുന്നത്. രാമു ഈസ് വർക്കിംഗ് ഇൻ ABC, രാമു ABCയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാം, രാമു ABC മേ കാം കർ രഹാ ഹേ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൽ രാമു വാസ് വർക്കിംഗ് ഇൻ ABC, അതായത് രാമു ABCയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. രാമു ABC മേ കാം കർ രഹാ ഥാ, രാമു ABC മേ കാം കർ രഹാ ഥാ. പ്രസൻറ്റിൽ നമ്മൾ പറഞ്ഞത് കാം കർ രഹാ ഹേ എന്നാണ് പറഞ്ഞത്. ഇവിടെ പാസ്റ്റ് ടെൻസിൽ കാം കർ രഹാ ഥാ. നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ നോക്കാം. രാമു വിൽ വർക്കിംഗ് ഇൻ ABC, രാമു ABCയിൽ ജോലി ചെയ്യും, അതായത് ഭാവി കാലാണ് അല്ലേ. ഇവിടെ ഹിന്ദിയിൽ എങ്ങനെ പറയാം, രാമു ABC മേ കാം കരേഗ. കാം എന്നത് ഇവിടെ ജോലിയാണ്, കർ എന്നുള്ളത് ചെയ്യുക, പ്രവൃത്തി. അതിൻ്റെ കൂടെ പ്ലസ് ചേർത്തിട്ട് ഏക എന്ന് ചേർത്ത് കൊടുത്തു, കരേഗ. നമ്മളിനി എക്സാമ്പിൾ 3 ആണ് നോക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ 2 രോഹിത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഒരു പുരുഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇതിലൊക്കെ എങ്ങനെ മാറ്റം വരുമെന്നത് നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ് ഇതിൽ രാധ ലേൺസ് ഹിന്ദി, അതായത് രാധ ഹിന്ദി പഠിക്കുന്നു. ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് പറയാൻ നോക്കാം. രാധ ഹിന്ദി സീഖ്തി ഹേ. ഇവിടെ സീഖ് എന്നുള്ളത് പഠിക്കുക, സീഖ്തി ഹേ പഠിക്കുന്നു. രാധ ഹിന്ദി സീഖ്തി ഹേ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. രാധ ലേൺഡ് ഹിന്ദി, രാധ ഹിന്ദി പഠിച്ചിരുന്നു. രാധ ഹിന്ദി സീഖ്തി ഥി. ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ടാണ് സീഖ്തി ഥി എന്ന് വന്നത്, അതായത് വെർബ് പ്ലസ് തി, ഒരു പെണ്ണായതുകൊണ്ട് തി ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ പ്ലസ് തി എന്നും കൂടി ആഡ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഇതിൽ രാധ ഈസ് ലേണിംഗ് ഹിന്ദി, രാധ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. രാധ ഹിന്ദി സീഖ് രഹി ഹേ. ഇവിടെ സീഖ് എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, അതായത് പഠിക്കുക. ഇതിൻ്റെ കൂടെ പ്ലസ് രഹി എന്ന് ചേർത്ത് കൊടുക്കണം. പ്ലസ് ഹേ എന്ന് ചേർത്ത് കൊടുക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. രാധ ഹിന്ദി സീഖ് രഹി ഹേ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് നോക്കാം. രാധ വാസ് ലേണിംഗ് ഹിന്ദി, രാധ ഹിന്ദി പഠിക്കുകയായിരുന്നു അല്ലേ, കഴിഞ്ഞ കാലാണ്. രാധ ഹിന്ദി സീഖ് രഹി തി. ഇവിടെ സീഖ് എന്നുള്ളത് ഒരു പ്രവൃത്തി, അതിൻ്റെ കൂടെ രഹി തി എന്നും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ രാധ വിൽ ലേൺ ഹിന്ദി, അതായത് രാധ ഹിന്ദി പഠിക്കും. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. രാധ ഹിന്ദി സീഖേങ്കി. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏങ്കി എന്നാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ 3 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി എക്സാമ്പിൾ 4 ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ക്ലിയറായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ
ഡേ 1 മുതൽ ഡേ 5 വരെയുള്ള വീഡിയോസ് നിങ്ങൾ നിർബന്ധമായി കണ്ടിട്ട് ഇത് വന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ഇനി നമ്മൾ നോക്കുന്ന എക്സാമ്പിൾ, അതായത് മുതിർന്നവരോട് നമ്മൾ എങ്ങനെ ഓരോ ടെൻസിലും പറയും എന്നുള്ളതാണ് നോക്കുന്നത്. പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഗ്രാൻഡ്പാ റൈറ്റ്സ് എ ബുക്ക്, മുത്തച്ഛൻ ഒരു പുസ്തകം എഴുതുന്നു. ഇവിടെ ഒരു മുതിർന്ന ഒരാളാണ്, നമ്മൾ ബഹുമാനത്തോടെയാണ് പറയേണ്ടത്. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ദാദാജി ഏക്ക് കിതാബ് ലിഖ്തേ ഹേ. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞത് ഒരാണ് പറയുമ്പോൾ ലിഖ്ത എന്നുള്ള, അത് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്. ഇത് മര്യാദയോടെ സംസാരിക്കുന്നതാണ്, ലിഖ്തേ ഹേ. ഇവിടെ ദാദാജി എന്ന് പറയുന്നത് മുത്തശ്ശൻ, ഏക്ക് എന്ന് പറയുന്നത് ഒരു, കിതാബ് പുസ്തകം, ലിഖ്തേ ഹേ എഴുതുന്നു. ദാദാജി ഏക്ക് കിതാബ് ലിഖ്തേ ഹേ. ഇനി പാസ്റ്റ് ടെൻസിൽ നോക്കാം. ഗ്രാൻഡ്പാ റോട്ട് എ ബുക്ക്, മുത്തച്ഛൻ ഒരു പുസ്തകം എഴുതുമായിരുന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ദാദാജി ഏക്ക് കിതാബ് ലിഖ്തേ ഥേ. പ്രസൻറ്റിൽ നമ്മളെന്ത് പറഞ്ഞത് ലിഖ്തേ ഹേ, ഇതിൽ പറയുന്നത് ലിഖ്തേ ഥേ. ഇനി നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നോക്കാം. ഗ്രാൻഡ്പാ ഈസ് റൈറ്റിംഗ് എ ബുക്ക്, മുത്തച്ഛൻ ഒരു പുസ്തകം എഴുതുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ദാദാജി ഏക്ക് കിതാബ് ലിഖ് രഹേ ഹേ. ഇവിടെ ലിഖ് എന്നുള്ളത് ഒരു പ്രവൃത്തി, അതിൻ്റെ കൂടെ രഹേ പ്ലസ് ഹേ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഹേ എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഗ്രാൻഡ്പാ വാസ് റൈറ്റിംഗ് എ ബുക്ക്, മുത്തച്ഛൻ ഒരു പുസ്തകം എഴുതുകയായിരുന്നു. ദാദാജി ഏക്ക് കിതാബ് ലിഖ് രഹേ ഥേ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ലിഖ് രഹേ ഹേ എന്നാണ് പറഞ്ഞത്. ഇവിടെ ലിഖ് രഹേ ഥേ എന്നാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാൻഡ്പാ വിൽ റൈറ്റ് എ ബുക്ക്, മുത്തച്ഛൻ ഒരു പുസ്തകം എഴുതും, അതായത് ഭാവിക്കാലാണ് അല്ലേ. ദാദാജി ഏക്ക് കിതാബ് ലിഖേംഗെ. ഇവിടെ മര്യാദയോടെ സംസാരിക്കുന്നതാണ്, ഏങ്കെ എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാമ്പിൾ 5 ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്ലൂറലാണ് നമ്മൾ നോക്കുന്നത്. ഒന്നിൽ കൂടുതലുള്ള ആളുകൾ വരുമ്പോഴുള്ള എക്സാമ്പിളായി ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾ. ഇത് എങ്ങനെ ഓരോ ടെൻസിലും പറയാമെന്ന് നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രസൻ്റ് ആണ്. പ്രസൻറ്റിൽ വി ഈറ്റ് ക്വിക്ക്ലി, ഞങ്ങൾ വേഗം കഴിക്കുന്നു. ഹം ജൽദി ഖാത്തേ ഹേ. ഹം എന്നത് ഞങ്ങൾ, ജൽദി എന്നുള്ളത് വേഗം, ഖാ എന്നുള്ളത് കഴിക്കുക. ഇതിൻ്റെ പ്ലൂറൽ ആയതുകൊണ്ട്, അതായത് ഒന്നിലധികം ആളുകളായതുകൊണ്ടാണ് ഖാത്തേ എന്ന് ചേർത്തിട്ടുള്ളത്. പിന്നെ പ്രസൻ്റ് ആയതുകൊണ്ട് ഹേം എന്നും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ നോക്കാം. വി ഏറ്റ് ക്വിക്ക്ലി, ഞങ്ങൾ വേഗം കഴിച്ചു. ഹം ജൽദി ഖാത്തേ ഥേ. ഇവിടെ ഥേ എന്നാണ് ലാസ്റ്റ് ചേർത്തിട്ടുള്ളത്. പ്രസൻറ്റിൽ നമ്മൾ ഹേ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വി ആർ ഈറ്റിംഗ് ക്വിക്ക്ലി, ഞങ്ങൾ വേഗം കഴിക്കുന്നു. ഇതിൻ്റെ ഹിന്ദി എങ്ങനെ പറയാൻ നോക്കാം. ഹം ജൽദി ഖാ രഹേ ഹേ. ഇവിടെ ഖാ രഹേ ഹേ എന്ന് തന്നെ പറയണം, കാരണം ഒന്നിലധികം ആളുകളുള്ളതുകൊണ്ട്. നമ്മൾ രഹ എന്നോ രഹി എന്നോ ചേർത്ത് കൊടുക്കരുത്. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ നോക്കുന്നത്. വി വർ ഈറ്റിംഗ് ക്വിക്ക്ലി, ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഹം ജൽദി ഖാ രഹേ ഥേ. ഇവിടെ ലാസ്റ്റിൽ ഥേ എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ്. വി വിൽ ഈറ്റ് ക്വിക്ക്ലി, ഞങ്ങൾ വേഗം കഴിക്കും. ഹം ജൽദി ഖായേങ്കെ, അതായത് ഭാവിയിൽ നടക്കുന്ന കാര്യമാണ് അല്ലേ, അതായത് കഴിക്കും എന്നുള്ളത്. ഇവിടെ ഏങ്കെ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നിലധികം ആളുകൾ വരുന്നത് കൊണ്ടാണ് ഏങ്കെ എന്ന് ഇവിടെ വന്നിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ. നമ്മൾ 5 എക്സാമ്പിൾ വെച്ച് 5 ടെൻസിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓരോ ടെൻസിലും ഉള്ള ഓരോ ഫോർമുലയും നിങ്ങൾ ഓർത്താൽ തന്നെ മതി, ഹിന്ദി ഈസിയായി സംസാരിക്കാം. ഇതിൻ്റെ മുകളിൽ വലിയ ഗ്രാമറൊന്നും വേണ്ട, ബേസിക്കായി
കോൺവെർസേഷൻ നടത്താൻ ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ ഇന്ന് പഠിച്ച 5 എക്സാമ്പിൾ പോലെ നിങ്ങളും 5 എക്സാമ്പിൾ എടുത്ത് ഇതുപോലെ ഓരോ ടെൻസിലും ആക്കി നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്കും എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ വെർബും വെച്ച് നിങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക, ഓരോ സെൻറ്റൻസ് ആക്കി നോക്കുക. ഇത് വെർബിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.